ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാകാൻ പോകുന്ന ഒരു സ്ക്രഞ്ചീസ് ആണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പീസ് ക്ലോത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്, വെട്ട് കഷ്ണമാണ്. അപ്പോൾ അതിൻ്റെ നീളം വന്നിട്ടുള്ളത് 30 ഇഞ്ചാണ് കേട്ടോ. അത്യാവശ്യം ചുരുക്കമുള്ള ഒരു സ്ക്രഞ്ചീസ് ഉണ്ടാക്കണേ 30 ഇഞ്ച് നീളത്തിൽ നമ്മൾ എടുക്കണം. അതിൻ്റെ വീതി വന്നിട്ടുള്ളത് 4.5 ഇഞ്ചാണ്. ഇത് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാൻ. ചെറുത് മതിയെങ്കിൽ 3 ഇഞ്ച് 2 ഇഞ്ചൊക്കെ എടുക്കാവുന്നതാണ്. വീതിയുടെ കാര്യത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. നീളം ഇത്ര തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇതിൻ്റെ നല്ല വശം എടുത്ത് വെച്ചിട്ട് 2 നല്ല വശവും കൂടെ ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ ഇതിൻ്റെ ആ വീതി കുറഞ്ഞ ഭാഗം ഉണ്ടല്ലോ, അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ജസ്റ്റ് ഒറ്റ സ്റ്റിച്ച് കൊടുത്തേച്ചാൽ മാത്രം മതി. നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ സ്റ്റിച്ച് ചെയ്ത ഭാഗം സെൻറ്ററിൽ വരത്തക്കവണ്ണം ഇതുപോലെ വയ്ക്കുക. അതിൻ്റെ തയ്യൽ തുമ്പുണ്ടല്ലോ, അത് വേണമെങ്കിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം, അയൺ ചെയ്ത് കൊടുക്കാം. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരുപോലെ വെച്ചിട്ട് ചെയ്തേച്ചാൽ മതി. എന്നിട്ട് ഈ തയ്യൽ തുമ്പ് വരുന്ന ഭാഗം താഴേക്ക് വെച്ചതിന് ശേഷം ഈ മുകളിലുള്ള പീസ് നമ്മൾ ആദ്യം ഒന്ന് മടക്കി, ഇപ്പുറത്തൊന്നും ഒന്ന് മടക്കി, അതിന് ശേഷം മൊത്തത്തിൽ ഒരിക്കൽ കൂടി മടക്കി കഴിയുമ്പോൾ ഇതുപോലെ ഫോൾഡ് ചെയ്ത് ഇതിൻ്റെ ഉള്ളിലിരിക്കും. എന്നിട്ട് നമ്മുടെ ഈ തയ്യൽ തുമ്പ് വരുന്ന ഭാഗം രണ്ടും ഒരേപോലെ ചേർത്ത് വയ്ക്കുക. ഞാനിപ്പോൾ കൈ പിടിച്ചേക്കണം കണ്ടോ, ആ ഒരു ഭാഗം ഒപ്പം വയ്ക്കുക. ആ തയ്യൽ തുമ്പ് നമ്മളൊന്ന് നിവർത്തി വയ്ക്കുകയും കൂടെ ചെയ്താൽ നന്നായിരിക്കും. അതിന് ശേഷം ആ സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഒരു 4 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. ഞാനപ്പോൾ അതങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോരുന്നുണ്ട്. അപ്പോൾ നമ്മളിതുപോലെ കുറച്ചങ്ങ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്കവിടെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് കാണില്ല. അപ്പോൾ നമ്മളിതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു പീസ് നമ്മൾ മടക്കി വെച്ചിരിക്കുന്നതില്ലേ, ആ ഒരു പീസ് നമ്മൾ എന്ത് ചെയ്യണം, വലിച്ച് വിടണം. ഞാനിപ്പോൾ സൂം ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ഉള്ളിലുള്ള പീസ് വരുന്നത്. ആ പീസ് നമ്മളിത് ഇതുപോലെ പിടിച്ചിട്ട് ഇങ്ങനെ വലിക്കണം. ഇങ്ങനെ വലിക്കുമ്പോൾ അതിങ്ങനെ ഊർന്ന് പോന്നോളും. അങ്ങനെ കുറച്ചിങ്ങ് വലിച്ചെടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, ആ തുമ്പുകൾ രണ്ടും വെച്ചിട്ട് കുറച്ചുകൂടെ സ്റ്റിച്ച് ചെയ്ത് പോരുക. അത് കഴിഞ്ഞ് വീണ്ടും നമ്മളത് ഓപ്പൺ ചെയ്തിട്ട് ആ ഒരു ഉള്ളിലുള്ള പീസ് വലിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ ഉള്ളിലുള്ള പീസ് അതിൻ്റെ ഉള്ളിൽ പെടാതെ നോക്കണം. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വലിക്കുമ്പോൾ വരത്തില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 4 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടതിന് ശേഷം കുറച്ചുകൂടെ അടിച്ചെടുത്തിട്ടുണ്ട്. വീണ്ടും ഇതിങ്ങനെ വലിച്ചെടുക്കുന്നുണ്ട്. ഇതൊരു സാറ്റിൻ്റെ മെറ്റീരിയൽ ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് ഇങ്ങനെ പോരുന്നുണ്ട് കേട്ടോ, നല്ല ഈസി ആയിട്ട് പോരുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ഭംഗിയും ഷൈനിങ്ങും ഒക്കെ സാറ്റിൻ മെറ്റീരിയലിനാണ് ഇതുപോലത്തെ സ്ക്രഞ്ചീസ് തയ്ക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ വെട്ട് കഷ്ണമോ അങ്ങനെ ബാക്കി തുണി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിതിങ്ങനെ വലിച്ച് വിടുന്നുണ്ട്, അതുപോലെ തന്നെ അടിച്ച് കൊടുക്കുന്നുമുണ്ട്. ഇത്രയും പണി ഇതിനുള്ളൂ, വേറെ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇത് പല രീതിയിൽ നമുക്ക് ചെയ്യാം, ഒരുപാട് രീതികളിൽ ചെയ്യാം കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് കൂട്ടിയടിച്ചതിന് ശേഷം റബ്ബർ ബാൻഡ് ഇട്ടതിന് ശേഷം ഇത് കൂട്ടി 2 സൈഡും കൂടെ കൂട്ടിയടിച്ചും ചെയ്യാം. അപ്പോൾ ഇത് കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈസി ആണെങ്കിൽ നിങ്ങൾ ഈ രീതിയിൽ തന്നെ ചെയ്തോളൂ, നല്ലതായിരിക്കും. നമ്മൾ കടകളിലൊക്കെ ഇങ്ങനെ കൊടുക്കാനൊക്കെ ചെയ്യുന്നതാണെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്തിൻ്റെ ഒരു 1.5 ഇഞ്ച് മുന്നിലെത്തുമ്പോൾ നമ്മളത് നിർത്തുന്നുണ്ട്. കാരണം നമുക്കവിടെ ഒരു ഹോള് പോലെ വേണം. ആ ഹോളിൽ കൂടിയാണ് നമ്മൾ ഈ ഉള്ളിൽ നമ്മൾ മടക്കി വെച്ചിരിക്കുന്ന ആ ഒരു പീസ് ഉണ്ടല്ലോ, ആ ഒരു പീസ് നമ്മൾ ഇതുപോലെ പുറത്തേക്ക് എടുക്കണം. സിമ്പിളായിട്ട് അതിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ പുറത്തേക്ക് വരും. അപ്പോൾ ഇതുപോലെയാണ് കിട്ടുന്നത്. നമ്മുടെ ഹെഡ് ബാൻഡൊക്കെ ഇല്ല, അതുപോലെ കിട്ടും. അപ്പോൾ ഒരു ഹോള് അവിടെ ഉണ്ട് കേട്ടോ. ആ ഹോളിൽ കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എലാസ്റ്റിക് കയറ്റുന്നത്. ഒന്നിലും നിങ്ങൾ 4 ഇഞ്ചിൻ്റെ എലാസ്റ്റിക് ഉണ്ടെങ്കിൽ അത് കയറ്റി വെക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ റബ്ബർ ബാൻഡ് ഉണ്ടല്ലോ, നമ്മുടെ സാധാ റബ്ബർ ബാൻഡല്ല, നമ്മൾ തലയിൽ കെട്ടുന്ന ടൈപ്പ് കറുത്ത കളറുള്ള റബ്ബർ ബാൻഡ് ഉണ്ടല്ലോ, കാണിച്ചു തരാം. ആ റബ്ബർ ബാൻഡ് എടുത്ത് കയറ്റി. എൻ്റെ കയ്യിൽ ഇത്രയും വീതി കുറവുള്ളതാണ്, കുറച്ചുകൂടെ വീതിയുള്ളത് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ളത് നോക്കി മേടിക്കുക. അതിന് ശേഷം ഇതിങ്ങനെ കെട്ടിയിട്ട് വെച്ചേക്കുമായിരിക്കും, നിങ്ങൾ ഒന്നിലെ അത് അഴിച്ചെടുക്കുക. അപ്പോൾ കുറച്ചുകൂടെ ലെങ്ത്ത് കിട്ടുമല്ലോ. അപ്പോൾ ഞാനിത് കട്ട് ചെയ്ത് കളയാണ് എളുപ്പത്തിന് വേണ്ടിയിട്ട്. അതിന് ശേഷം നമുക്കൊരു പിന്നിട്ടിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടി കയറ്റി വിടാം. എന്നിട്ടത് കെട്ടിട്ട് വെച്ചാൽ മാത്രം മതി. എലാസ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 4 ഇഞ്ചിൻ്റെ എലാസ്റ്റിക് എടുക്കുക. നമ്മൾ മാസ്കൊക്കെ മേടിക്കുന്ന എലാസ്റ്റിക് ഇല്ലേ, പണ്ട് മാസ്കൊക്കെ തയ്ച്ചുകൊണ്ടിരുന്ന കാലത്ത്, കൊറോണയുടെ സമയത്ത്,
അപ്പോൾ ആ ഒരു എലാസ്റ്റിക് ആണെങ്കിൽ നന്നായിരിക്കും. നമ്മൾ സാധാരണ അരയിഞ്ചിൻ്റെയൊക്കെ എലാസ്റ്റിക് എടുത്തതിന് ശേഷം ഇത് കട്ട് ചെയ്തെടുക്കരുത്. കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അത് മൊത്തം നൂല് വലിഞ്ഞ് മൊത്തം പോവും. അപ്പോൾ നമുക്ക് പിന്നെ അത് ഉപയോഗിക്കാനേ പറ്റില്ല, കുള്ളില്ലാണ്ടായി പോവും. അപ്പോൾ അതുകൊണ്ട് ഒന്നിലെ 4 ഇഞ്ചിൻ്റെ മേടിക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ റബ്ബർ ബാൻഡ് മേടിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കയറ്റി വിടുക. അപ്പോൾ ഇത് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ, ചെറിയ കുട്ടികൾക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കയറ്റി വിടുമ്പോൾ അതിൻ്റെ ഒരറ്റം നമ്മുടെ കയ്യിൽ പിടിക്കുക, അല്ലെങ്കിൽ ആ അറ്റം വിട്ടുപോകും. അതിന് ശേഷം അത് അങ്ങേയറ്റത്തെത്തി കഴിയുമ്പോൾ അത് രണ്ടും കൂടെ കെട്ടിയിട്ടതിന് ശേഷം ആ ഹോളുണ്ടല്ലോ, നമ്മൾ കയറ്റി വിട്ട ഹോള്, ആ ഹോള് ചെറിയ സൂചി നൂലും വെച്ചിട്ട് ഒന്ന് അടിച്ചു കൊടുക്കുക. മെഷീനിൽ അടിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ സൂചി നൂലും വെച്ചിട്ട് തയ്ച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ ഒരു ചിലവും ഇല്ലാതെ ഇതുപോലുള്ള സ്ക്രഞ്ചീസ് നമുക്ക് മിനിറ്റുകൾക്കുള്ളിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ബാക്കി വരുന്ന തുണിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഉടുപ്പൊക്കെ തയ്ച്ചതിൻ്റെ ബാക്കി തുണിയുണ്ടല്ലോ, കുട്ടികൾക്ക് ഇതുപോലുള്ള സ്ക്രഞ്ചീസൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ നന്നായിരിക്കും. അപ്പോൾ കുട്ടികൾക്ക് മാത്രമല്ല വലിയ ആൾക്കാർക്കും ഇതുപോലെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. പഴയ തുണികളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഇതിൻ്റെ നീളത്തിൽ വലിയ വ്യത്യാസം വരുത്തേണ്ട കാര്യമില്ല. വീതിയിൽ ഒരു 3 ഇഞ്ച് 2 ഇഞ്ചൊക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലുതും ചെറുതുമായിട്ടുള്ള സ്ക്രഞ്ചീസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പം 4.5 ഇഞ്ച് ഞാൻ എടുത്തതിൽ 5.5 ഇഞ്ച് 6 ഇഞ്ചൊക്കെ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ വലിയ സ്ക്രഞ്ചി ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ തീരെ ചെറിയ പിള്ളേർക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.